സൃഷ്ടാവാം ദൈവമങ്ങ്, നിത്യനാം ദൈവമങ്ങ്, അങ്ങേ പോലെ ആരുമില്ലേ, അങ്ങേ പോലാരുമില്ലേ. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേ പോലാരുമില്ലേ. സൃഷ്ടാവാം ദൈവമങ്ങ്, നിത്യനാം ദൈവമങ്ങ്, അങ്ങേ പോലെ ആരുമില്ലേ, അങ്ങേ പോലാരുമില്ലേ. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേ പോലാരുമില്ലേ. ആരാധന 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 ആരാധന. ആരാധന കർത്താവേ, ആരാധന. പ്രിയ ദൈവജനമേ, കർത്താവിൻ്റെ പുരോഹിത ജനമേ, ഇതാ ദൈവ ആരാധനയുടെ സമയം. കർത്താവിനെ ആരാധിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന സമയം. നമുക്കൊന്ന് ചേരാം. ദൈവജനം ഹൃദയത്തോട് ഹൃദയം ചേർന്ന്, ആത്മാവോട് ആത്മാവ് ചേർന്ന് നമ്മുടെ ദൈവത്തെ നമുക്ക് പാടി സ്തുതിച്ച്, നമുക്ക് മെല്ലെ സ്തുതിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. നമ്മായിരിക്കുന്ന ഇടത്തിൽ, നമ്മുടെ TV സ്ക്രീനിലോ നമ്മുടെ മൊബൈൽ സ്ക്രീനിലോ ഈ ദൈവത്തെ കണ്ടുകൊണ്ട്, ഈ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് നമുക്ക് മെല്ലെ സ്തുതിച്ച് ആരാധിക്കാം. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് അധരങ്ങളിലൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ പുകഴ്ത്താം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്നെ ആരാധനാ സ്തുതി ഗീതങ്ങളിലൂടെ പുകഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും ഈ മണിക്കൂറിന് എനിക്ക് കൃപ നൽകിയതെ ഓർത്ത്, നീ എന്നെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത്, നിന്നെ ആരാധിക്കുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്നെ സ്തുതിക്കുവാൻ, ലോകമെമ്പാടും നിന്നെ ഉയർത്തുവാൻ എന്നെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ നിന്നെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സകല നിയോഗങ്ങളും പ്രാർത്ഥനകളും തമ്പുരാനെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ നിയോഗങ്ങൾ, എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ ഈ ബലിപീഠത്തിൽ, ഈ അൾത്താരയിൽ,
ഈ അൾത്താരയിൽ ഈശോയുടെ മുമ്പിൽ അമ്മ മറിയ മുട്ടുകൾ മടക്കി കരങ്ങൾ കൂപ്പി അവനെ ആരാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവളോട് കൂടെ വിശുദ്ധ യൗസേപ്പ് പിതാവും അവനെ ആരാധിക്കുന്നുണ്ട്. മാലാഖ വൃന്ദങ്ങൾ സ്വർഗം വിട്ട് താഴെ ഈ ഭൂമിയിൽ ഇതാ ഈ ഈശോയുടെ തിരുവോസ്തിയുടെ മുമ്പിൽ വട്ടമിട്ട് പറന്ന് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നുണ്ട്. ക്രോവേന്മാരുണ്ട്, ശ്രാപ്പേന്മാരുണ്ട്, മാലാഖ വൃന്ദങ്ങളുണ്ട്, നിന്റെ കാവൽ മാലാഖയുണ്ട്. വട്ടമിട്ട് പറന്ന് അവനെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. വാ വാ, എഴുന്നേൽക്ക് എഴുന്നേൽക്ക്, നമുക്ക് അവന്റെ പക്കലേക്ക് പോയി അവനെ ആരാധിക്കാം. ഉണർന്നെഴുന്നേൽക്ക്. നിന്റെ ഹൃദയം ഉണരട്ടെ, നിന്റെ ആത്മാവ് ഉണരട്ടെ. പരിശുദ്ധാത്മാവ് നിന്നെ തട്ടി ഉണർത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സത്യമായിട്ടും തട്ടി ഉണർത്തുന്നുണ്ട് നിന്നെ. മറിയം നിനക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ അൾത്താരയിൽ നിനക്ക് വേണ്ടി മാധ്യസ്ഥത്തിന്റെ കരങ്ങൾ മറിയം, അമ്മ മറിയം നിനക്ക് വേണ്ടി ഉയർത്തുന്നുണ്ട്. നോക്കിക്കേ, നമുക്ക് ആരാധിക്കാം, ദൈവത്തെ ആരാധിക്കാം. മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. മറിയമേ, എൻ്റെ നല്ല അമ്മേ, എൻ്റെ നല്ല അമ്മേ മറിയമേ, അമ്മയുടെ കരങ്ങളിലേക്ക് ഇതാ എൻ്റെ കരങ്ങൾ ഞാൻ നീട്ടിത്തരുന്നു. ചേർത്ത് പിടിക്കുക അമ്മേ, നിന്റെ നീല കാപ്പയോട് ചേർത്ത് എന്നെ പിടിച്ചേ, എന്നെ ചേർത്ത് പിടിച്ചേ, ചേർത്ത് പിടിക്കമ്മേ. ഇതാ എൻ്റെ കരങ്ങൾ തരുന്നു. ഈ ലോകത്തിലായിരിക്കുമ്പോഴൊക്കെ മാലിന്യം എൻ്റെ ദേഹത്ത്, എൻ്റെ വസ്ത്രത്തില്, എൻ്റെ ആത്മാവില് വന്ന് വീണിട്ടുണ്ട്. അമ്മേ, അമ്മയുടെ തിരുക്കുമാരന്റെ ചുടുനിണം കൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് മകനെ കിടത്തിയപ്പോ അവന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ആ തിരുരക്തം കൊണ്ട് അമ്മേ എന്നെ കഴുകണമേ, എൻ്റെ മാലിന്യങ്ങളെല്ലാം നീ കഴുകണമേ, നീ കഴുകണമേ. ഇത് സ്വർഗം എനിക്ക് നാട്ടിത്തന്ന സ്വർഗത്തിലെ എൻ്റെ അമ്മയോട് ചേർന്ന് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. ഉണരുക ജനമേ, ഉണരുക. അമ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം, ഈശോയെ ആരാധിക്കാം. വരിക, അമ്മയോട് ചേർന്ന് നിന്ന് ആരാധിക്കാം. അമ്മ മേരി മറിയത്തിൻ നെഞ്ചിലൊന്ന് ചാരി നിന്ന് ഈശോയെ നിൻ ദിവ്യരൂപം ആരാധിപ്പൂ ഞങ്ങൾ. ചേർന്ന് പാടാവോ? അമ്മ മേരി മറിയത്തിൻ നെഞ്ചിലൊന്ന് ചാരി നിന്ന് ഈശോയെ നിൻ ദിവ്യരൂപം ആരാധിപ്പൂ ഞങ്ങൾ. അമ്മേ മറിയമേ, നീ വളർത്തിയ മറ്റു മക്കളെ പോലെ, നീ വാർത്തെടുത്ത ശ്ലീഹരെ പോലെ, നീ വളർത്തിയെടുത്ത വലിയ മരിയ ഭക്തരായ വിശുദ്ധരെ പോലെയുള്ള വിശുദ്ധിയോ അഭിഷേകമോ പ്രാർത്ഥനയോ പുണ്യമോ നന്മയോ അമ്മയുടെ മകനില്ല, ഇല്ല. ഞാൻ തീർത്തും മാലിന്യം നിറഞ്ഞവനാണ്, വീണുപോയവനാണ്, കെട്ടുകളുള്ളവനാണ്, തളർന്നു പോയവനാണ്, നിലം പറ്റിയവനാണ്. എങ്കിലും എൻ്റെ അമ്മയായ തിരുസഭ എന്നെ പഠിപ്പിക്കുന്നുണ്ട്, മറിയം പാപികളുടെ സങ്കേതമാണെന്ന്. മറിയം എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുമെന്ന്. എൻ്റെ ഏറ്റവും വലിയ എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുവിലേക്ക്
മറിയം എന്നെ അടുപ്പിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വിശുദ്ധർ എന്നെ പഠിപ്പിക്കുന്നു. നിരാശനാണ്, വിശ്വാസമില്ല, തണുത്തുപോയി, എല്ലാം തണുത്തുപോയി. എങ്കിലും വിശ്വാസത്തിന്റെ ഒരു കണികയുടെ ബലത്തിൽ നിന്നുകൊണ്ട് ഞാനിത് എൻ്റെ കരങ്ങൾ മറിയത്തിന്റെ കരങ്ങളിലേക്ക് തരുന്നു. അവൾ എന്നെ ചേർത്ത് പിടിക്കും. അവൾ എന്നെ ഈശോയിലേക്ക് എടുപ്പിക്കും. അവൾ എന്നെ കൊണ്ട് ഈശോയെ ആരാധിപ്പിക്കും. അവന് സ്തുതിഗീതങ്ങൾ ഞാൻ പാടും. ലോകം മുഴുവന്റെ മുമ്പിലും സകല ജനത്തിന്റെ മുമ്പിലും ഞാൻ അവന് ആരാധനാ സ്തുതികൾ പാടും. ഞാൻ പാടും. മറിയം എനിക്ക് ബലമാണ്. അമ്മേ, സത്യം പറഞ്ഞാൽ ഞാൻ നിരാശനാണേ, വിശ്വാസം പോലും ക്ഷയിച്ചു പോയേ, മെഴുതിരിപ്പോൽ വീണ്ടും എന്നെ ഉണർത്തണേ എൻ്റെ ഈശോ. അമ്മ മേരി മറിയത്തിൻ നെഞ്ചിലൊന്ന് ചാരി നിന്ന് ഈശോയെ നിൻ ദിവ്യരൂപം ആരാധിപ്പൂ ഞങ്ങൾ. മറിയത്തോട് ചേർന്നായിരിക്കട്ടെ ഈ മണിക്കൂർ, മറിയത്തോട് ചേർന്നായിരിക്കട്ടെ ഈ പ്രാർത്ഥനയുടെ സമയം. അവളോട് ചോദിക്കുന്നത്, അവളോട് ചേർന്ന് അവൾ വഴി, വിമല ഹൃദയം വഴി ഇവന്റെ തിരുഹൃദയത്തിലേക്ക് കൊടുക്കുന്ന യാതൊന്നും അവൻ കാണാതിരിക്കില്ല. ആമേൻ, ആമേൻ, ആമേൻ. ഈശോയെ ആരാധന. അവൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കി നമുക്ക് ഒരിക്കൽ കൂടെ ശിരസ്സുകൾ നമിച്ച് അവനെ ആരാധിക്കാം. ഈശോയെ ആരാധന. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആരാധനയിൽ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം മഹത്വപ്പെടട്ടെ. ദൈവം മഹത്വപ്പെടട്ടെ. എൻ്റെ കർത്താവും മഹത്വപ്പെടട്ടെ. ഈ ആരാധന സ്വർഗത്തിലെത്തട്ടെ. ഈ ആരാധന ശുശ്രൂഷയെക്കുറിച്ച് ക്രോവേന്മാർ സ്രാപ്പേന്മാരോട് പറയട്ടെ. നമുക്ക് ദൈവത്തെ ആരാധിച്ചിരിക്കാം. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്തിൻ്റെ ദിനങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. നോമ്പുകാലം എന്തിനും ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് എല്ലാ സാഹചര്യങ്ങളും എല്ലാം ഒരുക്കുന്ന കാലഘട്ടമാണല്ലോ. ആഘോഷങ്ങളില്ല, വിവാഹമായിട്ടുള്ള കാര്യമായിട്ടുള്ള വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ഭക്ഷണത്തിൽ നമ്മൾ കുറേ ക്രമീകരണങ്ങൾ വരുത്തുന്നു. പള്ളിയിൽ പോകാവുന്ന സാധ്യതയുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ പോകുന്നു. മിക്കവാറും എല്ലാ ദിവസങ്ങളും പള്ളിയിൽ പോകുന്നു. വിശുദ്ധ കുമ്പസാരം സ്വീകരിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളതൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കർത്താവ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കായേനോടാണ് പറഞ്ഞു വെക്കുന്നത്. കായേനോട് പറയുന്നുണ്ട്, കായേൻ, പാപം വാതിൽക്കൽ, നിന്റെ വാതിൽ പടിക്ക് പതിയിരിക്കുന്നുണ്ട്. അത് പതിയിരിക്കുന്നുണ്ട്. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നീ അതിനെ കീഴടക്കണം. കായേൻ, നിന്റെ വീടിൻ്റെ പടിക്ക് പാപം പതിയിരിക്കുന്നുണ്ട്. പാപം പതിയിരിക്കുന്നുണ്ട്. അതിന് നിന്നിൽ താല്പര്യമുണ്ട്. നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നുണ്ട്. നിന്നെ തട്ടി വീഴ്ത്താൻ, നിന്റെ പിതാവിനെ തട്ടി വീഴ്ത്തിയതുപോലെ, നിന്റെ അമ്മയെ തട്ടി വീഴ്ത്തിയതുപോലെ സർപ്പം, പാപം വാതിൽക്കൽ തന്നെ ഇരിക്കുന്നുണ്ട്. നീ അതിനെ കീഴടക്കണം. നിന്റെ പിതാവിനെ പോലെ നീ തോറ്റുപോകരുത്. നിന്റെ അമ്മയെപ്പോലെ നീ തോറ്റുപോകരുത് എന്നൊരു വാർണിംഗ് കൊടുക്കുന്നുണ്ട് കർത്താവ്. പ്രിയപ്പെട്ടവരെ,
മനുഷ്യൻ ആദ്യം മുതലേ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവമേ നീ എവിടെയാ, ദൈവമേ നീ എവിടെയാ. ഈ ചോദ്യം ഏറ്റവും ആദ്യം ചോദിച്ചത് ദൈവം മനുഷ്യനോടാണ്. ആദം നീ എവിടെയാ, എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. കഴിഞ്ഞ ദിനങ്ങളിൽ തോളോട് തോൾ ചേർന്ന് നമ്മൾ നടന്നു, ഏദൻ തോട്ടത്തിലൂടെ കൈകൾ കോർത്ത് നമ്മൾ നടന്നു. പക്ഷെ ഈ സായാഹ്നത്തിൽ ഈ ദിവസം നിന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, നീ എവിടെയാ? ആദം ഓടി ഒളിച്ചു. അവൻ പാപത്തിൽ തട്ടി വീണപ്പോൾ അവൻ ഓടി ഒളിച്ചു. പ്രിയപ്പെട്ടവരെ, തിന്മയുടെ പ്രവർത്തികൾ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റും. കായേനോട് ദൈവം പറഞ്ഞത് തന്നെ എന്നോട് പറയുന്നുണ്ട്, മകനെ മകളെ, നിന്റെ വീടിൻ്റെ പുറത്ത് വീട് വിട്ടു പോകാതെ വാതിൽ പടിക്ക് പാപം പതിയിരിക്കുന്നുണ്ട്, അത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അതിന് നിന്നോട് താല്പര്യമുണ്ട്, അതിനെ കീഴടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നീ അതിനെ കീഴടക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വചനഭാഗത്ത് ഈശോ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം മറ്റൊന്നുമല്ല. ചില വാതിലുകൾ ഞാൻ ഒരിക്കലും തുറക്കരുത്. ചില വാതിലുകൾ നമ്മൾ ഒരിക്കലും തുറക്കാൻ പോകരുത്. തുറന്നാൽ അതിന് തൊട്ടപ്പുറത്ത് പാപോരിക്കുന്നുണ്ട്, അത് എന്നെ ആക്രമിക്കും. അതുകൊണ്ട് ചില വാതിലുകൾ ഞാൻ എന്നേക്കുമായി അടയ്ക്കണം. ഏതൊക്കെ വാതിലുകളാണ് ഞാൻ അടയ്ക്കേണ്ടത്? എനിക്കറിയാം. എൻ്റെ കുറവുകൾ എന്നെ കർത്താവിലേക്ക്, ഈ തിരുവൂസ്തിയിലെ ഈശോയിൽ നിന്നും അകറ്റുന്ന എൻ്റെ ബലഹീനതകളാകുന്ന കുറവുകൾ ഏതൊക്കെ വാതിൽ പടിയിലാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ആ വാതിലുകൾ ഞാൻ എന്നേക്കും അടച്ച് അതിനൊരു പൂട്ടിടണം. നീ അതിന് പൂട്ടിട്ടാലേ നിന്റെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ചയുണ്ടാകുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ വാതിൽ എത്ര കാലത്തോളം തുറന്നു കിടക്കുന്നുവോ, അതിലൂടെ എത്ര നാള് സൂര്യപ്രകാശവും വായുവും പ്രവേശിക്കുന്നുവോ, അത്രയും നാള് ആ പാപം നിന്നിലേക്ക് പ്രവേശിക്കും. അതടയ്ക്കണം, അത് സീൽ ചെയ്യണം. അതടയ്ക്കാതെ അതിനോട് ഒരു അതിനോട് ഒരു ഒത്തുതീർപ്പുള്ള ഒരു ആത്മീയ ജീവിതം ഇല്ല. തട്ടി വീഴും. അപ്പോൾ ഒരു കാര്യം ഉറപ്പ്, ചില വാതിലുകൾ ഞാൻ അടച്ചിടേണ്ടതുണ്ട്. ആരൊക്കെയാണ് അടച്ചത്? സക്കേവൂസ് വാതിൽ കൊട്ടി അടച്ചില്ലേ? എവിടേക്കാ? പണത്തോടുള്ള ആർത്തിയുള്ള അവൻ്റെ വീടിൻ്റെ വാതിൽ അവൻ കൊട്ടിയടച്ചു. പിന്നീട് അവൻ തുറന്നിട്ടില്ല കേട്ടോ. പിന്നീട് അവൻ തുറക്കാൻ പോയിട്ടില്ല. യോഹന്നാൻ അടച്ചില്ലേ? യോഹന്നാൻ ഏത് വാതിൽ അടച്ചത്? പേരിന്, പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ള വാതിൽ അടച്ച്, കസേരകൾക്ക് വേണ്ടിയിട്ടുള്ള പിടിമുറുക്കങ്ങളുടെ വാതിൽ അവൻ അടച്ച്. ഒരിടത്ത് പോലും യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ തൻ്റെ പേരെഴുതി ചേർത്തിരിക്കുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കുമോ? ഇല്ല. അവന് പേര് വേണ്ട, പ്രശസ്തി വേണ്ട. പകരം അവൻ എഴുതി വെക്കുന്നത് ഞാൻ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞ് വളരെ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ച് തെന്നി മാറി. പേര് പോലും ചേർത്ത് വെച്ചില്ല. നിന്റെ രാജ്യം വരുമ്പോൾ ഇടതും വലത്തും എൻ്റെ മക്കളെ ഇരുത്തണേ എന്ന് പറഞ്ഞ് അവൻ അമ്മയെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചു. വേണ്ട, ഞാൻ അയോഗ്യനാണ്. അവന് കസേര വേണ്ട, പേര് വേണ്ട. ഇതിലേക്കുള്ള വഴി, അതിലേക്കുള്ള വാതിൽ അവൻ കൊട്ടിയടച്ചു, തുറന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, യുവാക്കളെ, കുഞ്ഞുമക്കളെ, ചില വാതിലുകൾ കൊട്ടിയടച്ചോ, അതിലൂടെ തിന്മ കടന്നു വരാൻ സാധ്യത വളരെയേറെയാണ്. ഇനി ചില വാതിലുകൾ ഞാൻ തുറന്നിടണം. ചില വാതിലുകൾ ഞാൻ ഈശോയ്ക്ക് വേണ്ടി തുറന്നിടണം. എവിടേക്കാ? എന്നെ വല്ലാതെ വിമർശിച്ചവർ, എന്നെ വല്ലാതെ കുറ്റപ്പെടുത്തിയവർ, എൻ്റെ പേരിന് കളങ്കം ചാർത്തിയ സുഹൃത്ത് എന്ന വ്യാജേന എൻ്റെ ചങ്ങാതി പോലെ എൻ്റെ കൂടെ നടന്നവർ, എന്നെ തട്ടി വീഴ്ത്തിയവർ, എൻ്റെ പേരിനും എൻ്റെ പ്രശസ്തിക്ക് എൻ്റെ സ്വഭാവം കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ പറ്റി പരദൂഷണവും ഇല്ലാത്ത കഥകളും മെനഞ്ഞ എൻ്റെ ഉറ്റ ചങ്ങാതിമാർക്കെതിരെ ഞാൻ വാതിലടച്ചിട്ടുണ്ടെങ്കിൽ, വൈരാഗ്യത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ വാക്കുകൾ മെനഞ്ഞുകൊണ്ട് ഞാൻ അവരെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ ആരാധനയുടെ ഈ സമയം നീ മാപ്പ് കൊടുക്കണം. അവർക്ക് മാപ്പ് കൊടുക്കണം, വിട്ടുകളയണം, മറന്നു കളയണം.
നിന്റെ സ്വത്ത്, നിന്റെ സമ്പത്ത്, നിന്റെ അതിർത്തിക്കല്ല് മാറ്റി കുഴിച്ചിട്ടവരായിരിക്കാം, നിന്റെ സ്ഥലം കവർന്നെടുത്തവരായിരിക്കാം, നിന്റെ പണം കവർച്ച ചെയ്തവരായിരിക്കാം, എന്തുമായിക്കോട്ടെ. പണം വാങ്ങി തിരിച്ചു നൽകാതെ നിന്നെ വല്ലാതെ കടബാധ്യതയിലൂടെ തള്ളിവിട്ടവരായിരിക്കാം. ആരുമായിക്കൊള്ളേ കേട്ടോ, ആരുമായിക്കൊള്ളട്ടെ. കുരിശിൽ കിടന്നവൻ അവനെ കുത്തിയവനോടും അവനെ മുറിവേൽപ്പിച്ചവനോടും പൊറുത്തെങ്കിൽ യാതൊരുവിധ ഒത്തുതീർപ്പുകളുമില്ലാതെ നീ മാപ്പ് കൊടുത്തോ, വാതിൽ തുറന്നിട്ടോ. അവന് നിന്റെ ഹൃദയത്തിലേക്കുള്ള വാതിൽ തുറന്നിട്ടോ. കർത്താവിൻ്റെ കൃപ അതിലൂടെ മാത്രമേ ഒഴുകൂ. ക്ഷമിക്ക്. ഈശോ ആകെ കൂടി ഒരു പ്രാർത്ഥനയെ പഠിപ്പിച്ചിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലുള്ള പിതാവിനെ അപ്പ എന്ന് വിളിച്ച് പഠിപ്പിച്ച പ്രാർത്ഥന. അതിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ, എന്താണ് പറയുന്നത്? ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളോടും പൊറുക്കണമേ. പൊറുക്കാം. ക്ഷമയുടെ വാതിൽ തുറന്ന് പാപത്തിൻ്റെ വാതിൽ കൊട്ടിയടച്ച് ഈ ദൈവാരാധനയിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ പ്രവേശിച്ച് ദൈവത്തിൻ്റെ കൃപ നമുക്ക് സ്വന്തമാക്കാം. ഈശോയെ, ഞങ്ങൾ തരുന്നു. ഞങ്ങളെ വേദനിപ്പിച്ചവരെ കർത്താവെ നിന്റെ തിരുവോസ്തിയിലേക്ക് തരുന്നു. ഞങ്ങളെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയവരെ തരുന്നു. എന്നെ വിമർശിച്ചിട്ടുണ്ട്, എന്നിൽ നിന്ന് പണം കടം വാങ്ങിപ്പോയിട്ട് തരാതിരുന്നിട്ടുണ്ട്, എന്നെ പറ്റിച്ചിട്ടുണ്ട്, എൻ്റെ അതിർത്തിക്കല്ല് മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ട്, എൻ്റെ സ്ഥലം കവർച്ച ചെയ്തിട്ടുണ്ട്, എൻ്റെ പേരിന് കളങ്കം ചാർത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ സമർപ്പിക്കുന്നു. അവർക്ക് ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാപ്പ് കൊടുക്കുന്നു. ഈ സമയം മാപ്പ് കൊടുക്കാം. ക്ഷമിക്കുവാനാകാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ ദൈവത്തിൻ്റെ രൂപിയാൽ നിറയ്ക്കണമേ ഈശോയെ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ, എൻ യേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ, എൻ യേശുവേ, നീ മാത്രമെൻ സഹായം. നീ മാത്രമെൻ സഹായം. പാപത്തിലേക്കുള്ള വഴികളിൽ നമുക്ക് മതില് പണിയാം. വാതിലിന് നല്ലൊരു താഴിടാം, ഒരിക്കലും തുറക്കാതെ. കർത്താവിനാൽ മുദ്ര ചെയ്യപ്പെടട്ടെ പാപത്തിൻ്റെ വാതിലുകളെല്ലാം. തുറക്കാം നിന്റെ സഹോദരന് ഇടം, നിന്റെ ഹൃദയത്തിൽ ഇടം. നിന്റെ ചങ്ങാതിക്ക് വീണ്ടും സ്ഥാനം നിന്റെ ഹൃദയത്തിൽ. അവരോടുള്ള വാതിലെല്ലാം തുറന്നിടാം. ദൈവസ്നേഹാഗ്നി ജ്വലിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയുടെ ഈ അവസാന നിമിഷം ഈ ലോകത്തിൽ കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും കുർബാന സ്വീകരിക്കാൻ കഴിയാതെ, വിശുദ്ധ കുമ്പസാരം സ്വീകരിക്കാൻ കഴിയാതെ, ഒരു പക്ഷേ പാപത്തിലായിരുന്ന് ഈശോയെ എന്ന് വിളിക്കാൻ പോലും സാധിക്കാതെ മരണമടഞ്ഞു പോയ ഒത്തിരി പേരുണ്ടാകാം. രോഗം പിടിപെട്ട് മല്ലടിക്കുന്നവരുണ്ടാകാം. ഒരിറ്റ് ശ്വാസം ലഭിക്കാതെ വേദനയ്ക്ക് മരണത്തോട് മല്ലിടുന്ന വെന്റിലേറ്ററിലായിരിക്കുന്ന ഒത്തിരി പേരുണ്ടാകാം. അവരെ സമർപ്പിക്കാം. മരണം മൂലം വേർപെട്ടു പോയ ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാവരെയും സമർപ്പിക്കാം.
നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. ഈശോയേ, നിൻ തിരുരക്തം ലോകത്തെ മുഴുവൻ കഴുകിടട്ടെ. ഈശോയേ, നിൻ തിരുരക്തം ലോകത്തെ മുഴുവൻ കഴുകിടട്ടെ. ഈ മഹാമാരിയും ക്ലേശങ്ങളും നിൻ തിരുബലിയായി നീങ്ങിടട്ടെ. അമ്മേ മാതാവേ, ഈശോയുടെ അമ്മേ, പ്രാർത്ഥിക്കണമേ നീ ഞങ്ങൾക്കായി. പടരും വ്യാധിയിൽ തളരാതെ നീങ്ങാൻ വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഈശോയേ, 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 ആരാധന. ഈശോയേ, 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 ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.